ആദ്യത്തെ പടം. അവസാനത്തെ പടം എന്താ വെച്ചാൽ ലഹരിയിലാകാന്നുള്ളതാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ ഭ്രാന്താണ് മക്കളാണ്. ഭ്രാന്തന്നെ നിന്നച്ചോട്ടെ അവർക്ക് അതൊക്കെ എടുത്തിട്ടാണ് ചെവി പറയും. അതുവായി മക്കളാണ്. ആ ഭ്രാന്ത് കുറച്ച് വേണം. ആൾക്കാർ അവർക്ക് ഭ്രാന്ത്. മുത്തു മുഹമ്മദ് മുസ്തഫ നമ്മൾ ഏതാക്കുമ്പോൾ ഹബീബിനെ കൂടുതൽ പറഞ്ഞാലേ പരിധിട്ട ആൾക്കാർ പരിധിട്ട് ഉണ്ടായി ഈ കൂട്ടം കണ്ടാലും പറയണ്ടോ ബിലോലായി ചെങ്ങന്മാർക്ക് കൊന്നറ കൂടെ പിരാന്താണ്. നമുക്കൊക്കെ ഒന്നറയ്ക്ക് പറയണ്ട. ഞങ്ങളെ എന്ത് വിളിച്ചാൽ തിരക്കില്ല. ഞങ്ങൾക്ക് ആരോടാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ മഴയത്ത് വീട്ടിൽ ഉറങ്ങാൻ ഞങ്ങൾക്ക് അറിയാനിട്ടല്ല. ഈ മഴയത്തും വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ വേറോട് ഞങ്ങൾ ജോലിയൊക്കെ ഇരിക്കാനൊക്കെ അറിയിക്കുന്നല്ല. ഇതിൻ്റെ പിന്നിൽ പന്തൽ കെട്ടാനും അധ്വാനിക്കാൻ നടക്കുന്ന സമയത്ത് വേറെ ജോലി അറിയിക്കുന്നല്ല. ഞങ്ങളെ പിതാന്ത ഹബീബാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബിന് വേണ്ടി കടല് തിരമാലടിക്കുന്നെങ്കിൽ കടലിന് പിരാന്തതാരും പറഞ്ഞിട്ടില്ല. ഹബീബിന് വേണ്ടി ഓരോ മഴയുണ്ട്. ഒരു മഴ പെയ്താൽ എണ്ണമറ്റ തുള്ളികൾ അതെല്ലാം എൻ്റെ ഹബീബാണെന്ന് പറയണമെങ്കിൽ മഴയ്ക്ക് പിരാന്താന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഹബീബിനെ പാടുമ്പോൾ എങ്ങനെയാണ് പിരാന്ത് പറയുക? അതാണ് ഉവൈസർ പറഞ്ഞത്, ഇന്ന് എറിഞ്ഞോട്ടെ ഹബീബേ, എനിക്ക് തിരക്കിടില്ല. എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചോട്ടെ ഹബീബേ, എനിക്ക് തിരക്കിടില്ല. എനിക്കെന്നാലും അങ്ങയോടാണ് പ്രേമം. മുത്തു മുഹമ്മദ് മുസ്തഫ. ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലരിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ഭ്രാന്തനെ നിന്നച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലരിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കണ്ണിലുള്ളത് ഫിത്തിൻ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻറേതാണ്. അലിമിൻ കണ്ണിലുള്ളത് ഫിത്തിൻ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻറേതാണ്. ഇഷ്കിന്റെ മധുരഹരിയിൽ അഴിമതൊന്നു ചേർന്നാൽ, ഇഷ്കിന്റെ മധുരഹരിയിൽ അഴിമതൊന്നു ചേർന്നാൽ, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിർ, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിർ. ഭ്രാന്തനെ നിലച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലരിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. സ്കൂളിലോർ പാടി പറയും ലഹരി മൂത്തതാലേ, കാണുന്നോരെ പറയും ഭ്രാന്ത് മൂത്തതാളേ. സ്കൂളിലോർ പാടി പറയും ലഹരി മൂത്തതാലേ, കാണുന്നോരെ പറയും ഭ്രാന്ത് മൂത്തതാളേ. സ്കൂളിലോർ കൂടിയിരിക്കും ലഹരി മൂത്തതാലേ, കാണുന്നോരെ പറയും ഭ്രാന്ത് മൂത്തതാളേ. സ്കൂളിലോർ കൂടിയിരിക്കും ലഹരി മൂത്തതാലേ, കാണുന്നോരെ പറയും ഭ്രാന്ത് മൂത്തതാളേ. ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് പോലതല്ലേ, ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് പോലതല്ലേ, ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് പോലതല്ലേ, ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് പോലതല്ലേ. ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ, ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ. ഭ്രാന്തനെ നിലച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലരിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ഭ്രാന്തനെ നിലച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്.
ചിലരെറിഞ്ഞോട്ടെ അവർ കള്ളെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബ് അതാണ് എൻ്റെ മുഹബത്ത്. മുഹമ്മദ് മുസ്തഫ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് എന്തിനാണെന്നറിയാം. ബഷീർ ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിന് മദീന എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൽവിനെ കളച്ചതാണ്. ഉസ്താദ് അതിലേക്ക് ഇഷ്കിൻ്റെ വിത്ത് ഇറക്കിപ്പോളും. എന്താ തോഫിക്കുള്ളവർക്ക് അത് മുളച്ചോളും. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബിനെ ഉസ്താദ് വിശദീകരിച്ച സംഭവം. അപ്പം മദീനിൻ്റെ പാട്ട് പാടിയിട്ട് കിബറില്ലാതെ പാടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കൽവിനെ കളച്ച് പെട്ടെന്ന് അവസാനിക്കണം. സംഭവിക്കും. ഇന്ന് കാല് ബുദ്ധിമുട്ടില്ലാത്തവർ മാത്രം എണീറ്റുള്ളവന് നിൽക്കും ഒറ്റ നീത്തച്ചാൽ മതി. മൈശാരിൽ ഒന്നൊന്നര നൃത്തം നിൽക്കാവുന്നതാണ്. അപ്പോഴും കാവൽ ആരുണ്ടാവുള്ളൂ? ഈ പറയട്ടെ മുത്തുണ്ടാവുള്ളൂ. മുത്ത് മുഹമ്മദ് മുസ്തഫ മദീന മദീന.